അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറെ സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, കാത്തുകാത്തിരുന്ന റബീഉൽ അവ്വൽ 12-ന്റെ രാവും അതുപോലെ തന്നെ തിങ്കളാഴ്ചയുടെ രാവും ഒരുമിച്ച് കൂടിയ മനോഹരമായ നിമിഷം. ആരംഭപ്പൂവായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അതിരറ്റ മഹബത്ത് കൊണ്ട് നമ്മുടെ ഹൃദയം ഇങ്ങനെ തുടിക്കുന്ന നിമിഷങ്ങൾ ഇൻഷാ അല്ലാഹ് നീട്ടിക്കൊണ്ടു പോകുന്നില്ല. അരമണിക്കൂറല്ലേ നമ്മുടെ മുമ്പിലുള്ളൂ. മുത്തുനബിയോടുള്ള അതിരറ്റ മഹബത്ത് കൊണ്ട് കുറച്ച് സ്വലാത്തുകൾ, കുറച്ച് മദ്ഹുകൾ ചൊല്ലിയിട്ട് നമുക്ക് മനസ്സറിഞ്ഞ് ദുആ ചെയ്യണം. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ ദുആ സ്വീകരിക്കുമാറാകട്ടെ, നമ്മുടെ സങ്കടങ്ങൾ അകറ്റുമാറാകട്ടെ, നമ്മുടെ പ്രയാസങ്ങൾ അല്ലാഹു ദൂരീകരിക്കുമാറാകട്ടെ. ഈ രാവിൻ്റെ ബറക്കത്ത് കൊണ്ട് എന്ത് പ്രയാസമാണ് നമ്മുടെ മനസ്സിലുള്ളത്, ആ പ്രയാസങ്ങളൊക്കെ നീക്കി റാഹത്തായ ജീവിതം നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പോൾ മനസ്സറിഞ്ഞ് കുറച്ച് മൗലിദുണ്ട്, അതുപോലെ സ്വലാത്തുണ്ട്, ഖുർആൻ ആയത്തുകളുണ്ട്, ഇതൊക്കെ ഓതിയിട്ട് നമുക്ക് വേഗം ദുആ ചെയ്യണം. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. നമുക്ക് ഇന്ന് താജു സ്വലാത്ത് ചൊല്ലണം. അതുപോലെ തന്നെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും പടച്ചറബ് കാവൽ നൽകുന്ന അധികാറുകൾ ചൊല്ലണം. ഏതായാലും താജു സ്വലാത്ത് ആദ്യം ഒന്ന് ചൊല്ലാം. താജു സ്വലാത്തിന്റെ പ്രത്യേകത എന്താണ്? ദാരിദ്ര്യം നീങ്ങും. ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാട്ടോ. ദാരിദ്ര്യം നീങ്ങും, ടെൻഷൻ മാറും, രോഗങ്ങൾക്ക് ശമനം ലഭിക്കും, സിഹറുകൾ, കണ്ണേറുകൾ ബാത്തുലാകും. എല്ലാത്തിലും ഉപരി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ കഴിയും. അള്ളാഹുവുമായി അഭേദ്യമായ ബന്ധം ലഭിക്കാൻ ഈ താജു സ്വലാത്ത് ഒരു നിമിത്തമാണ്. ഏതായാലും താജു സ്വലാത്ത് സ്ക്രീനിൽ നോക്കിയിട്ട് എന്നോടൊപ്പം നിങ്ങളൊന്ന് ചൊല്ലൂ. അല്ലാഹു റബ്ബുൽ ആലമീൻ പരിപൂർണമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. اللهم صل على سيدنا ومولانا محمد صاحب التاج والمعراج والبراق والعلم دافع البلاء والوباء والقحط والمرض والألم اسمه مكتوب مرفوع مشفوع منقوش في اللوح والقلم سيد العرب والعجم جسمه مقدس معطر مطهر منور في البيت والحرم شمس الضحى بدر الدجى صدر العلا نور الهدى كهف الورى مصباح الظلم جميل السيم شفيع الأمم صاحب الجود والكرم والله عاصمه وجبريل خادمه والبراق مركبه والمعراج سفره وسدرة المنتهى مقامه وقاب قوسين مطلوبه والمطلوب مقصوده والمقصود موجوده سيد المرسلين خاتم النبيين شفيع المذنبين أنيس الغريبين رحمة للعالمين راحة العاشقين مراد المشتاقين شمس العارفين سراج السالكين مصباح المقربين محب الفقراء والغرباء والمساكين سيد الثقلين نبي الحرمين إمام القبلتين وسيلتنا في الدارين صاحب قاب قوسين محبوب رب المشرقين والمغربين جد الحسن والحسين مولانا ومولى الثقلين أبي القاسم سيدنا محمد بن عبد الله نور من نور الله يا أيها المشتاقون بنور جماله صلوا عليه وعلى آله وصحبه وسلموا تسليما അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഒരുപാട് ആളുകളാണ് സിഹർ കൊണ്ട്, കണ്ണേറ് കൊണ്ട്, ഒരുപാട് ജീവിതത്തിലെ പ്രയാസങ്ങൾ കൊണ്ട്, പൈശാചികതകൾ കൊണ്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട്, നമുക്ക് എല്ലാവർക്കും വേണ്ടി എല്ലാ പ്രയാസങ്ങളിൽ നിന്നും കാവൽ തേടിക്കൊണ്ട് അള്ളാഹുവിനോടുള്ള ഒരു ദുആയുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചെന്ന ദുആയാണത്. മഹാനായ ഇമാം ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ഹദ്ദാദിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മനോഹരമായ ഒരു പ്രാർത്ഥന. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ شر ما خلق أعوذ بكلمات الله التامات من 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 شر ما خلق أعوذ بكلمات الله التامات
التامات من شر ما خلق أعوذ بكلمات الله 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 التامات من شر ما خلق. അള്ളാഹു സ്വീകരിക്കട്ടെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ഈ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് പടച്ചവൻ കാവൽ നൽകട്ടെ. ഇനി നമ്മൾ അനുഭവിക്കുന്ന എത്ര വലിയ പ്രതിസന്ധിയിൽ നിന്നും നമ്മെ കൈപിടിക്കുന്ന ഒരു ദിക്റുണ്ട്, മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചു തന്നതാണ്. 7 തവണ നമുക്കൊന്ന് മനസ്സറിഞ്ഞു ചൊല്ലാം. എനിക്കെന്റെ റബ്ബ് കൂടെയുണ്ട് എന്നുള്ള ഉറച്ച ബോധ്യത്തിൽ ഈ ദിക്റ് ചൊല്ലുന്നവർ രക്ഷപ്പെട്ടു എന്നാണ്. അള്ളാഹു കൂടെ ഉണ്ടാകും. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. حسبي الله حسبي الله حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. കരുണക്കടലായ റബ്ബ് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ഈ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട്, മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചെന്ന ഈ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് കാവൽ നൽകുമാറാകട്ടെ. യാ അക്രമൽ ഖൽഖി മാ ലിമൻ അലൂദു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ ഹദീസിൽ ആമീമി മൗലായ സ്വല്ലി وسلم دائما أبدا على حبيبك خير الخلق كلهم ولن يضيق رسول الله جاهك بي إذا الكريم لا باسمي منتقم مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم فإن بجودك دنيا وضرتها ومن علومك علم اللوح والقلم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا نفس لا تقنطي من زلة عظمت إن الكبائر في الغفران كالأمام مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم لعل رحمة ربي حين يقسمها تأتي على حسب العصيان في القسم مولاي صلي وسلم دائما أبدا على حبيبك
خير الخلق كلهم يا ربي واجعل رجائي غير منعكس لديك واجعل حسابي غير منخرم جل مولاي صلي وسلم على حبيبك خير الخلق كلهم والتف بعبدك في دارين إن له صبرا متى تدعو الأهوال ينهزمي واللي مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم وأذن لصحبي صلاة منك دائمة على النبي بمنهل ومنسجم مولاي مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم والآل والصحب ثم التابعين لهم أهل التقى والنقى والحلم والكرم جل مولاي على حبيبك خير الخلق كلهم ما رنحت عذبت الباني ريح صابا وأطرب العيسى حد العيسي بالنعم مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي صلي وسلم دائما أبدا على حبيبي سعد سعيد زبير طلحة وأبي عبيدة وابن عوف عشير الكرم مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صلي وسلم دائما أبدا على حبيبك
بك خير الخلق كلهم. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പിന്നെ 1 കോടി സ്വലാത്ത്, ഏതാണ്ട് 1.5 കോടിയിൽ പരം സ്വലാത്തായിട്ടുണ്ട്. അൽഹംദുലില്ലാ. നമുക്ക് കൃത്യം രാവിലെ 5:30 മണിക്കത് മുത്തുനബിയിലേക്ക് ഹദിയ ചെയ്യണം ഇൻഷാ അല്ലാ. നിങ്ങളൊക്കെ റെഡിയല്ലേ? എല്ലാവരും ഉണ്ടാവൂലേ? 5:30 മണിക്ക് മുത്തുനബിയിലേക്ക് ആ സ്വലാത്തുകൾ ഹദിയ ചെയ്തിട്ട് അഷ്റഫുൽ ഖൽക്കിൻ്റെ ഖൽബൊന്ന് സന്തോഷിക്കുന്ന അവസ്ഥയിലാകണം. അള്ളാഹു അതിന് തൗഫീക്ക് ചെയ്യട്ടെ ഇൻഷാ അല്ലാ. ഇന്നത്തെ രാത്രി ധാരാളം സ്വതക്കയും, ഇന്നത്തെ രാത്രിയും പകലും സ്വതക്കയും ഹദിയയും ഒക്കെ ചെയ്യേണ്ട മനോഹരമായ രാത്രിയാണ്. മദ്ഹുകൾ ചൊല്ലേണ്ട രാത്രി, പാവപ്പെട്ടവരെ ചേർത്ത് പിടിക്കേണ്ട രാത്രി, ഭക്ഷണം നൽകേണ്ട രാത്രി. ഇൻഷാ അല്ലാ നമ്മുടെ ഈ സദസ്സിലേക്ക് താഴെ കാണുന്ന ഗൂഗിൾ പേ നമ്പറിലേക്കൊക്കെ ഒരുപാട് ആളുകൾ ഹദിയ ചെയ്തിട്ടുണ്ട്. യാ റബ്ബന, എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കണേ അല്ലാ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഹദിയ ചെയ്തവരാണ്. യാ റബ്ബന, അത് നീ സ്വീകരിക്കണേ. ചമ്പുരാനെ കൈവടിയല്ലേ അല്ലാ. അവരുടെ പ്രയാസങ്ങൾ നീ നീക്കണേ അല്ലാ. ആ പ്രയാസങ്ങളെല്ലാം നീക്കിക്കൊടുത്ത് പ്രയാസം അനുഭവിക്കുന്നവരെ സഹായിക്കുന്നതിൻ്റെ ബറക്കത്ത് കൊണ്ട് അവരുടെ കണ്ണുനീർ നീ ഒപ്പണേ ചമ്പുരാനെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ അല്ലാഹു റബ്ബുൽ ആലമീൻ പൂർത്തീകരിക്കുമാറാകട്ടെ. ഖുബയിലെ അവസാനത്തെ 2 ആയത്തുകൾ മുത്തുനബിയുടെ മദ്ഹാണ്. നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരമാണ്. പ്രയാസങ്ങളൊക്കെ നീങ്ങിപ്പോകണം എന്ന നിയ്യത്തിൽ തന്നെ നമുക്ക് ആ 2 ആയത്തുകൾ ഒരു 7 തവണയൊന്ന് ഓതിയിട്ട് വരാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. ശറഖ ബൈത്ത് നമുക്കൊന്ന് ചൊല്ലിയിട്ട് നമുക്ക് മനസ്സറിഞ്ഞ് ദുആ ചെയ്യണം. അല്ലാഹു സ്വീകരിക്കട്ടെ. മനസ്സറിഞ്ഞ് എല്ലാവരും ചൊല്ലുക. അശ്റഖൽ ബദ്റു അലൈനാ
فاختفت منه البدور مثل حسنك ما رأينا قط يا وجه سروري صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم أنت شمس أنت بدر أنت نور فوق نوري أنت إكسير وغالي أنت مصباح صدوري صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم يا حبيبي يا محمد يا عروس الخافقين يا مؤيد يا ممجد يا إمام القبلتين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم من رأى وجهك يسعد يا كريم الوالدين حوضك صفي المبرد وردنا يوم نشوري صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم ما رأينا العيسى حنان بالسورة إلا إليك والغمام قد أضلت يا رسول الله والملا صلوا عليك يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم يا رسول الله صلوات الله عليكم وأتاك العود يبكي وتذلل بين يديك واستجارت يا حبيبي يا رسول الله عندك ضبي النفور يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم يا رسول الله صلوات الله عليكم
حينما شدوا المحامل وتنادوا لي الرحيل جئتهم والدمع سائل يا رسول الله قلت قف لي يا دليل يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم يا رسول الله صلوات الله عليكم وتحمل لي رسائل أيها الشوق الجزيل الله نحوها تلك المنازل في العشايا والبكور الله يا نبي سلام عليكم يا رسول سلام عليكم الله يا حبيب سلام عليكم صلوات الله عليكم الله كل من في الكون هاموا فيك يا باهي الجبين الله ولهم فيك غرام واشتياق وحنين الله يا نبي سلام عليكم يا رسول سلام عليكم الله يا حبيب سلام عليكم صلوات الله عليكم الله في معانيك الأنام قد بدت حائرينا الله أنت للرسل ختام أنت للمولى شكور الله يا نبي سلام عليكم يا رسول سلام عليكم الله يا حبيب سلام عليكم صلوات الله عليكم عبدك المسكين يرجو فضلك الجم الغفير فيك قد أحسنت ظني يا بشير يا نذير يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم فأغثني وأجرني يا مجير من السعير يا غياثي يا ملاذي في ملمات الأمور يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم فاز عبد قد تملى وانجلى عنه الهموم فيك يا بدر تجلى فالك الوصف الحسين يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم ليس أزكى منك أصلا قدت يا جد الحسين فعليك الله صلى
دائما طول الدهور يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم يا ولي الحسنات يا رفيع الدرجات صلى الله على محمد صلى الله عليه وسلم كفرا عني ذنوبي واغفرا لسيئاتي صلى الله على محمد صلى الله عليه وسلم أنت غفار الخطايا والذنوب الموبقات صلى الله عليه وسلم أنت ستار المساوي ومقيل العثرات صلى الله على محمد صلى الله عليه وسلم عليم سري وأخفى مستجيب الدعوات صلى الله على محمد صلى الله عليه وسلم ربنا ارحمنا جميعا بجميع الصالحات صلى الله على محمد صلى الله عليه وسلم തങ്ങൾ ശഫാഅത്തല്ലാതെ ഞങ്ങളിലില്ല തണിയേ ربنا ارحمنا جميعا بجميع الصالحات آمين 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 يا رب العالمين الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد അർഹമുർറാഹിമായ കരുണാവാരിധിയായ അല്ലാഹ് ഈ സദസ്സ് നീ കബൂൽ ചെയ്യണേ റഹ്മാനേ. നിന്റെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തതും താജ്ദാരേ മദീന സർവരേ ആലം സർക്കാർ ദു ആലം നൂറേ മുജസ്സം മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ പാടിയതും പറഞ്ഞതും നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാഹ്. ഇതിന്റെ മിസ്ൽ സവാബ് ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിലേക്കും മറ്റ് സ്വാലിഹീങ്ങളുടെ ഹദ്റത്തിലേക്കും നീ എത്തിക്കണേ അല്ലാഹ്. മഹാനായ ബാപ്പു ഉസ്താദിന്റെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. അവരുടെ നദറ കൊണ്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഈ സദസ്സ് സ്വീകരിക്കണേ അല്ലാഹ്. ന്യൂനതകൾ അദബുകേടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ച് നീ ഞങ്ങളിൽ നിന്ന് ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളിൽ നിന്ന് സംഭവിച്ചു പോയ പാപങ്ങളെല്ലാം നീ പൊറുക്കണേ അല്ലാഹ്. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെറുതും വലുതുമായ ധാരാളം പിഴവുകൾ ഞങ്ങളിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ട് അല്ലാഹ്. നീ പൊറുക്കണേ തമ്പുരാനെ. കൈവെടിയല്ലേ അല്ലാഹ്. നീ പൊറുത്തു നൽകണേ അല്ലാഹ്. നീ പൊറുത്തു തന്നില്ല എങ്കിൽ
നിന്റെ നരകത്തിലെ വിറക് കഷ്ണങ്ങളാണ് അല്ലാ, നീ പൊറുക്കണേ അല്ലാ. ഗഫ്ഫാറുദ്ദുനൂബായ തമ്പുരാനെ, ഞങ്ങളുടെയും ഞങ്ങളുടെ ഉസ്താദുമാരുടെയും മാതാപിതാക്കളുടെയും ശിഷ്യന്മാരുടെയും ഞങ്ങളുമായി ബന്ധപ്പെട്ടവരുടെയും പാപങ്ങൾ നീ പൊറുക്കണേ അല്ലാ. യാ റബ്ബനാ യാ റബ്ബനാ. മനസ്സിന് സമാധാനമില്ലാതെ മനുഷ്യർ നെട്ടോട്ടമോടുകയാണ്. സമാധാനമുള്ള ഖൽബ് നൽകണേ അല്ലാ. എത്ര വലിയ കോടീശ്വരനായിട്ടും സമാധാനമില്ലെങ്കിൽ പിന്നെ എന്താണ് റബ്ബേ കാര്യമുള്ളത്? പടച്ചവനെ സമാധാനം നൽകണേ അല്ലാ, ശാന്തി നൽകണേ അല്ലാ. യാ റബ്ബനാ ടെൻഷൻ ഫ്രീ ആയ ഖൽബ് നൽകണേ അല്ലാ. ഒന്ന് സമാധാനത്തോടെ കിടന്നുറങ്ങിയിട്ട് നാളുകളേറെയായെന്ന് പറഞ്ഞ് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. സമാധാനത്തോടെ ഒന്ന് കിടന്നുറങ്ങാൻ ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണേ അല്ലാ. അർഹമുർ റഹീമായ കരുണാവാരിധിയായ റബ്ബേ, ഞങ്ങളിൽ ഞങ്ങളുമായി ബന്ധപ്പെട്ടവരിൽ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരിൽ പലരും അസുഖബാധിതരാണ് അല്ലാ. ആജിലും കാമിലുമായ സൗഖ്യം നൽകണേ അല്ലാ. നീ പരിപൂർണ ശിഫ നൽകണേ അല്ലാ. മാറാ രോഗങ്ങളെ തന്ന് പരീക്ഷിക്കല്ലേ അല്ലാ. ക്യാൻസർ നൽകല്ല അല്ലാ, ട്യൂമർ നൽകല്ല അല്ലാ. അത്തരം അസുഖങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടെങ്കിൽ ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് നീ പരിപൂർണ ശിഫ നൽകണേ അല്ലാ. നീ പരിപൂർണ ശിഫ നൽകണേ തമ്പുരാനെ. റഹീമായ റബ്ബേ, പലവിധ വേദനകൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. ഷുഗർ കൊണ്ട്, പ്രഷർ കൊണ്ട്, കൊളസ്ട്രോൾ കൊണ്ട്, മൈഗ്രെയിൻ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. എല്ലാ പ്രയാസങ്ങളും നീ അകറ്റണേ അല്ലാ. മരിക്കുവോളം നിനക്ക് നിന്ന് നിസ്കരിക്കാനുള്ള ആഫിയത്ത് നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളെ നീ തളർത്തിക്കളയല്ലേ അല്ലാ. സ്വന്തം മക്കൾ പോലും മറപ്പോടെ വെറുപ്പോടെ നോക്കുന്ന രോഗങ്ങൾ തരല്ലേ അല്ലാ. അർദലുൽ ഉംറിലേക്ക് നീ എത്തിക്കല്ലേ അല്ലാ. യാ റബ്ബനാ, ഞങ്ങൾക്ക് ആഫിയത്ത് നൽകണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ് നിന്റെ ത്വാഅത്തിലായി നൽകണേ അല്ലാ. റഹ്മുർ റഹീമായ കരുണാവാരിധിയായ റബ്ബേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നീ വിശാലത ചെയ്യണേ അല്ലാ. ഐക്യം നിലനിർത്തണേ അല്ലാ. വിശിഷ്യ ഈ കുടുംബത്തിൽ ഐക്യം നിലനിർത്തണേ അല്ലാ. ഛിദ്രതകളിൽ നിന്ന് കാവൽ നൽകണേ അല്ലാ. എല്ലാ കെട്ടുറപ്പും നൽകി അനുഗ്രഹിക്കണേ അല്ലാ. റഹ്മുർ റഹീമായ കരുണാവാരിധിയായ റബ്ബേ, പടച്ചവനെ, ഞങ്ങളുടെ പൊന്നുമക്കൾ ഞങ്ങളുടെ പ്രതീക്ഷകളാ. ശോഭനമായ ഭാവി നൽകണേ അല്ലാ. ശോഭനമായ ഭാവി നൽകണേ അല്ലാ. ഉന്നതങ്ങളെ എത്തിപ്പിടിക്കാൻ സൗഭാഗ്യം നൽകണേ അല്ലാ. പഠനങ്ങളിൽ, പരീക്ഷകളിൽ ഉന്നത വിജയം നൽകണേ അല്ലാ. നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും നീ നൽകണേ അല്ലാ. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി പോകുന്ന സന്താനങ്ങളാക്കല്ലേ അല്ലാ. ഉമ്മാടെ നെഞ്ചിന് നേരെ കാലുയർത്തി ചവിട്ടുന്ന മക്കളാക്കല്ലേ അല്ലാ. മാതാപിതാക്കളോട് അദബുള്ള മക്കളാക്കണേ അല്ലാ. ഞങ്ങളുടെ കണ്ണുകളിൽ നിന്നവർ മറഞ്ഞാലും നിന്റെ കാഴ്ചയിൽ നിന്നവർ മറയുന്നില്ലല്ലോ അല്ലാ. കാവലേകണേ അല്ലാ. സുഹാബുൽ ബദരീങ്ങളുടെ നദറ നൽകണേ അല്ലാ. അർഹമുർ റഹീമായ കരുണക്കടലായ കരുണാവാരിധിയായ റബ്ബേ, സിഹർ കൊണ്ട്, ഐൻ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. എല്ലാ സിഹറുകളും നീ ബാത്തിലാക്കണേ അല്ലാ. എല്ലാ ഖൈറും ശർറും നിന്നിൽ നിന്നാണല്ലോ അല്ലാ. ഹബീബേ ഖുദാ മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹ്. ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ്, മദീനയുടെ രാജകുമാരനെ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് സിഹറുകൾ, കണ്ണേറുകൾ നീ ബാത്തിലാക്കണേ അല്ലാ. പടച്ചവനെ, ഹബീബായ തങ്ങളെ കൊണ്ടാണല്ലോ ഞങ്ങൾ ചോദിക്കുന്നത്. നീ തട്ടിക്കളയല്ലേ അല്ലാ. നീ തട്ടിക്കളയല്ലേ അല്ലാ. ഹബീബല്ലാതെ ഞങ്ങൾക്കൊരു വസീലയില്ല അല്ലാ. നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളെ ഖൽബ് നീ നന്നാക്കണേ അല്ലാ. ഹറാമുകളുടെ കൂമ്പാരമാണ് അല്ലാ. തോന്നിയവാസങ്ങളും ഹറാമുകളും നിറഞ്ഞ ഖൽബാണ് അല്ലാ. നിന്റെ നൂറാനിയത്ത് കൊണ്ട് പ്രകാശപൂരിതമാക്കണേ അല്ലാ. നിന്റെ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം
വസല്ലമ തങ്ങളോടുള്ള അതിരറ്റ മഹബ്ബ നൽകണേ അല്ലാഹ്. അർഹമുർ റഹീമായ റബ്ബേ, തെറ്റുകളിലേക്ക് ആർത്തിയോടെ കടന്നു ചെല്ലുന്ന ഖൽബാക്കല്ലേ അല്ലാഹ്. ഹബീബായ തങ്ങളോടുള്ള മദ്ഹ്, ആ മഹബ്ബത്ത് തെറ്റുകളിലേക്ക് അടുക്കുന്നതിൽ നിന്ന് ഞങ്ങളെ തടയുന്ന വണ്ണം നീ ഞങ്ങളെ നന്നാക്കണേ അല്ലാഹ്. അർഹമുർ റഹീമായ കരുണക്കടലായ റബ്ബേ, ഞങ്ങളുടെ തൊഴിലുകളിൽ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. ഖൈറായ ഹലാലായ വരുമാനം നൽകണേ അല്ലാഹ്. പടച്ചവനെ, കടബാധ്യതകളെല്ലാം നീ ഏറ്റെടുക്കണേ അല്ലാഹ്. എത്ര വലിയ കടമാണെങ്കിലും നിന്റെ ഖജനാവ് വിശാലമാണല്ലോ അല്ലാഹ്. കടക്കാരുടെ മുമ്പിൽ ഞങ്ങളെ നീ നാണം കെടുത്തല്ലേ അല്ലാഹ്. അർഹമുർ റഹീമായ കരുണക്കടലായ റബ്ബേ, നിന്റെ കാരുണ്യത്തിലല്ലാതെ ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല അല്ലാഹ്. എത്ര വലിയ സമ്പന്നനെയും ദരിദ്രനാക്കാൻ നിനക്കൊരു നാനോ സെക്കൻഡ് പോലും വേണ്ടല്ലോ അല്ലാഹ്. ഞങ്ങളെ ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലേക്ക് വലിച്ചെറിയല്ലേ അല്ലാഹ്. പടച്ചവനെ, ഇസ്സത്ത് നൽകണേ അല്ലാഹ്, അഭിമാനം നൽകണേ അല്ലാഹ്. നിന്നെ മറന്നു പോകാത്ത ഐശ്വര്യം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. അർഹമുർ റഹീമായ റബ്ബേ, നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ പൊന്നുമക്കൾ വിവാഹപ്രായമെത്തിയവരുണ്ട്, അനുയോജ്യരായ ഇണകളെ നൽകണേ അല്ലാഹ്. പടച്ചവനെ, ജോലിയില്ലാത്തവരുണ്ട്, ഹൈറായ തൊഴിൽ നൽകണേ അല്ലാഹ്. പഠനങ്ങളിൽ മറ്റു മേഖലകളിൽ നീ പുരോഗതി നൽകണേ അല്ലാഹ്. സന്താനങ്ങളില്ലാതെ വേദനിക്കുന്നവരുണ്ട്. വന്ധ്യവയോധികനായിരുന്നപ്പോഴും ഇബ്രാഹിം അലൈഹിസ്സലാമിന് സന്താനത്തെ നൽകിയ അല്ലാഹ്, നിനക്കിതെല്ലാം നിസാരമാണല്ലോ റബ്ബേ. സാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകണേ അല്ലാഹ്. അവരുടെ കണ്ണുനീർ നീ തുടയ്ക്കണേ അല്ലാഹ്. നീ കണ്ണുനീർ തുടയ്ക്കണേ അല്ലാഹ്. അർഹമുർ റഹീമായ കരുണാവാരിധിയായ റബ്ബേ, മരിക്കുവോളം സുന്നത്ത് ജമാഅത്തിലായി ജീവിച്ച് അഹ്ലുസുന്ന വൽ ജമാഅയിലായി ഈ ലോകത്ത് നിന്ന് വിട പറയാൻ ഞങ്ങൾക്ക് നീ സൗഭാഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ഖൽബിനെ ബിദ്അത്തിലേക്ക് തെറ്റിക്കല്ലേ അല്ലാഹ്. ഈമാനിന് ബലം നൽകണേ അല്ലാഹ്, ഇസ്തിഖാമ നൽകണേ അല്ലാഹ്. നിന്റെ മശായിഖന്മാരുടെ തർബിയ നൽകണേ അല്ലാഹ്. അവരുടെ ഖദമിലായി ജീവിക്കാൻ നീ സൗഭാഗ്യം നൽകണേ അല്ലാഹ്. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞ ആരെല്ലാം ഉണ്ടോ, വിശിഷ്യ ഞങ്ങൾ ആരുടെ പേരിലാണോ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്, ആ പ്രിയപ്പെട്ട മാതാവും പിതാവും അല്ലാഹുവേ, എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്, മർഹമത്ത് നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും ഈ ദുനിയാവിൽ ഒരുപാട് വേദനകൾ അനുഭവിച്ചവരാ. ഖബറിലെങ്കിലും നീ സുഖം നൽകണേ അല്ലാഹ്, സന്തോഷം നൽകണേ അല്ലാഹ്, വിശാലത നൽകണേ അല്ലാഹ്, പ്രകാശപൂരിതമാക്കണേ അല്ലാഹ്. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളുടെ മാതാപിതാക്കളെ നീ അദാബിലാക്കല്ലേ അല്ലാഹ്. അവർ ഞങ്ങളോട് കരുണ ചെയ്തതുപോലെ നിന്റെ കാരുണ്യം അവരുടെ മേൽ നീ സദാ വർഷിക്കണേ അല്ലാഹ്. യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്. അർഹമുർ റഹീമായ റബ്ബേ, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ, മരണപ്പെട്ടു പോയ ഉമ്മയുടെയും ഉപ്പയുടെയും പേരിൽ അവരുടെ സന്താനങ്ങൾ ചെയ്തു തീർത്ത നന്മകളെല്ലാം സ്വീകരിക്കണേ അല്ലാഹ്. അതിന്റെ ഫലമെന്നോണം അവർക്ക് ഖബറിൽ സ്വർഗീയ അനുഭൂതികൾ നൽകണേ അല്ലാഹ്. ആ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവരുടെ കുടുംബത്തിൽ എല്ലാ മേഖലകളിലും നീ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. ഖൈറിന്റെ വാതായനങ്ങൾ തുറന്നു നൽകണേ അല്ലാഹ്. നിന്റെ ദീനിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നവരാ, ആലിമീങ്ങളെ മുതഅല്ലിമുകളെ മഹബ്ബത്ത് വെക്കുന്നവരാ. അതിന്റെ ഫലമെന്നോണം നീ അവരെ സ്നേഹിക്കണേ അല്ലാഹ്. അർഹമുർ റഹീമായ റബ്ബേ, എപ്പോഴാണ് മരിക്കുന്നതെന്നറിയില്ല, ഈമാൻ സലാമത്താക്കണേ അല്ലാഹ്, ഈമാൻ സലാമത്താക്കണേ അല്ലാഹ്. പെട്ടെന്ന് വിളിക്കല്ലേ അല്ലാഹ്, നിന്റെ മുമ്പിൽ സമർപ്പിക്കാൻ മാത്രം കർമ്മങ്ങളില്ല അല്ലാഹ്. അർഹമുർ റഹീമായ റബ്ബേ, കരുണാവാരിധിയായ അല്ലാഹ്, ഞങ്ങളുടെ കുഞ്ഞുമക്കളെ നീ യതീമുകളാക്കല്ലേ അല്ലാഹ്. ഞങ്ങളുടെ പൊന്നുമക്കളെ നീ യതീമുകളാക്കല്ലേ അല്ലാഹ്. ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോ ഞങ്ങളുടെ പൊന്നുമക്കളുടെ മയ്യ
അവസ്ഥ തന്ന് പരീക്ഷിക്കല്ലേ അല്ലാഹ്. അർഹമുർറാഹിമായ റബ്ബേ, ഞങ്ങൾക്കെല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നിന്റെ ത്വാഅത്തിലായി നൽകണേ അല്ലാഹ്. പടച്ചവനേ, എത്രയോ മുത്തഅല്ലിമുകൾ ആലിമീങ്ങൾ ആമീൻ പറയുന്നുണ്ട്. നല്ല ദീനിനോട് സ്നേഹമുള്ള സഹോദരങ്ങൾ സഹോദരിമാർ, അല്ലാഹുവേ എല്ലാവരുടെയും ആമീൻ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. മരിക്കുന്നതിന് മുൻപ് കഅബമൊന്ന് കാണാൻ, സഫാ മർവക്കിടയിലൊന്ന് സഅയ് ചെയ്യാൻ, ജംറകളിലൊന്ന് കല്ലെറിയാൻ, മഖാമു ഇബ്രാഹീമിന്റെ മുമ്പിലൊന്ന് നമസ്കരിക്കാൻ, ഹജറുൽ അസ്വദ് ഒന്ന് പാരി പുണർന്ന് ചുംബിക്കാൻ, അവസാനം നിന്റെ ഹബീബായ താജുൽ അവ്വലീന വൽ ആഖിരീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് ഹബീബായ തങ്ങളുടെ റൗളയുടെ ചാര നിന്നിട്ട് ഖൽബ് പൊട്ടി അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. കൽബ് പൊട്ടിയിട്ട് ഹബീബായ തങ്ങൾക്ക് കോടാനുകോടി സലാം വർഷിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. പലയാവർത്തി തൗഫീഖ് നൽകണേ അല്ലാഹ്. മദീന കാണാതെ മരിപ്പിക്കല്ലേ അല്ലാഹ്. മരിക്കുന്ന സമയത്ത് ഇബ്ലീസ് ശർറുമായി വരുമ്പോ പടച്ചവനെ ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് കാവൽ നൽകണേ അല്ലാഹ്. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് സയ്യിദുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുഞ്ചിരിക്കുന്ന പൂവദനം കണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറയാൻ സൗഭാഗ്യം നൽകണേ അല്ലാഹ്. നാളെ ഖബറിൽ കൂരിരുട്ട് നിറഞ്ഞ ഖബറിൽ ഞങ്ങൾ തനിച്ചാകുമ്പോ ഹബീബിന്റെ മദ്ഹ് കൊണ്ട് ആ ഖബറിടം നീ അലങ്കരിക്കണേ അല്ലാഹ്. ഈ സ്വലാത്തുകളുടെ ഫലം, ഈ സ്വലാത്തുകളുടെ ഫലമെന്നോണം ആ സ്വലാത്തുകളുടെ നൂറാനിയത്ത് കൊണ്ട് ഞങ്ങളുടെ ഖബറിടം നീ പ്രകാശിപ്പിക്കണേ അല്ലാഹ്. ഈ ദുനിയാവിലെ ചൂട് പോലും ഞങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നില്ല റബ്ബേ. ഈ ഭൂമിയിൽ നിന്ന് ഏതാണ്ട് 15 കോടി കിലോമീറ്റർ അപ്പുറയുള്ള സൂര്യന്റെ ചൂട് പോലും ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല റബ്ബേ. ആ സൂര്യനെ ഞങ്ങളുടെ തലക്ക് മുകളിൽ ഉദിപ്പിക്കുന്ന ഒരു ദിനമുണ്ടെന്ന് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതി ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹ് അല്ലാഹ്, ആ ഭീകരാന്തരീക്ഷത്തിലും ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് അവിടുത്തെ തണൽ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ഉമ്മ ഞങ്ങളെ നെവർ മൈൻഡ് ചെയ്യുമ്പോ, ഉപ്പയോ ഇണയോ സന്താനങ്ങളോ ഞങ്ങളെ തിരിഞ്ഞു നോക്കാതെ നിൽക്കുമ്പോ, അനലഹാ മക്കളെ നിങ്ങൾക്ക് ഞാനുണ്ടെന്ന് പറഞ്ഞോടി വരുന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ ഒരുമിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും നിന്റെ സുന്ദരമായ സ്വർഗീയ ലോകത്ത് ഹബീബായ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നീ ഒരുമിപ്പിക്കണേ അല്ലാഹ്. അവസാനം ആ സ്വർഗത്തേക്കാൾ വലിയൊരു അനുഗ്രഹം അത് ഞങ്ങളെ പടച്ച റബ്ബായ നിന്നെയൊന്ന് കാണലാണല്ലോ അല്ലാഹ്. നീ ഞങ്ങളിൽ നിന്ന് മുഖം തിരിക്കല്ലേ അല്ലാഹ്. പടച്ചവനേ അർ-റഹ്മാൻ, നീ കാരുണ്യവാനാണല്ലോ റബ്ബേ. ഈ സാധുക്കളിൽ നിന്ന് നീ നിന്റെ മുഖം തിരിക്കല്ലേ അല്ലാഹ്. നിന്നെ കാണാൻ ഞങ്ങൾക്ക് വല്ലാത്ത കൊതിയുണ്ട് അല്ലാഹ്. നിന്നെ കാണാൻ ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണേ അല്ലാഹ്. റഹ്മുർറഹീമായ റബ്ബേ, നീ ഞങ്ങളുടെ സദസ്സ് ഖബൂൽ ചെയ്യണേ അല്ലാഹ്. റബ്ബനാ അൻത വലിയുനാ ഫിദ്ദുനിയാ വൽ ആഖിറ വലാ തുഖയ്യിബ് റജാനാ വലാ തുളയ്യ ദുആനാ വലാ തറുദ്ദന ഐദിയനാ ഖായിബീൻ. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവർക്ക് വിശിഷ്യ ഞങ്ങൾ ആരുടെ പേരിലാണോ ഒരുമിച്ച് കൂടിയത് അവർക്ക് ഈ സദസ്സ് കണ്ട് സന്തോഷിക്കാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാഹ്. എന്ത് പ്രയാസം ഖബറിലുണ്ടെങ്കിലും ഈ നിമിഷം തന്നെ സൗഖ്യം നൽകണേ അല്ലാഹ്. സുഖം നൽകണേ അല്ലാഹ്. സമാധാനം നൽകണേ അല്ലാഹ്. സമാധാനം നൽകണേ അല്ലാഹ്. അവരുടെ കുടുംബാദികൾക്ക് വിശിഷ്യ അവരുടെ സന്താനങ്ങൾക്ക് ഖൽബിൽ നീ ക്ഷമ നൽകണേ അല്ലാഹ്.
ആ ഉമ്മയെ ഓർത്ത് എപ്പോഴും കരയുന്ന ഉസ്താദേ, ഉമ്മയെ കുറിച്ച് ഓർത്തപ്പോ എനിക്ക് നിൽക്കാൻ കഴിയുന്നില്ല, പ്രഷർ അടിച്ച് വീണു പോകുന്നത് പോലെ എന്ന് പറഞ്ഞ സഹോദരങ്ങൾ, അല്ലാഹുവേ ആ സ്നേഹത്തിന്റെ ഫലമെന്നോണം പടച്ചവനെ ആ ഉമ്മക്കും കുടുംബത്തിനും നീ സ്വർഗീയ അനുഭൂതികൾ ദുനിയാവിലും ആഖിറത്തിലും നൽകണേ അല്ലാഹ്. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖദമിലായി ഒരുമിപ്പിക്കണേ അല്ലാഹ്. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم.